أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين صدق الله العظيم. സൂറത്തു നൂർ ആയത്ത് 3. അസ്സാനി വ്യഭിചാരിയായ പുരുഷൻ, ലാ യൻകിഹു വിവാഹം കഴിക്കുകയില്ല, ഇല്ലാ സാനിയത്തൻ വ്യഭിചാരിയായ പെണ്ണിനെയല്ലാതെ, ഔ മുശ്രിക്കത്തൻ അല്ലെങ്കിൽ വിഗ്രഹാരാധകയെ അല്ലാതെ, വസ്സാനിയത്തു വ്യഭിചാരിണിയും, ലാ യൻകിഹുഹ അവളെ വിവാഹം കഴിക്കുകയില്ല, ഇല്ലാ സാനിൻ വ്യഭിചാരിയല്ലാതെ, ഔ മുശ്രിക്കുൻ അല്ലെങ്കിൽ ബഹുദൈവാരാധകനല്ലാതെ, വഹുർരിമ ദാലിക അത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, അലൽ മുഅ്മിനീൻ മുഅ്മിനുകൾക്ക്. വ്യഭിചാരത്തിൻ്റെ ഹദ്ദിനെ കുറിച്ചാണല്ലോ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിലെ ഹദ്ദ് മാത്രമല്ല, അതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണമാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശ്യം. വ്യഭിചാരിയായ പെണ്ണിന് വ്യഭിചാരിയായ പുരുഷനും, വ്യഭിചാരിയായ പുരുഷന് വ്യഭിചാരിയായ പെണ്ണും അല്ലാതെ ചേരുകയില്ല എന്നാണ് പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായി നമുക്കറിയുന്ന ഒരു കാര്യമാണ്, തൻ്റെ പെണ്ണ് തന്നോട് മാത്രം ബന്ധമുള്ളവളാകണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു മാന്യനും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ തൻ്റെ പുരുഷൻ അവന് യാതൊരു ലക്കും ലഗാനവുമില്ല എന്ന ഒരവസ്ഥയുള്ള പുരുഷനാകണം എന്ന് മാന്യയായ ഒരു പെണ്ണും ആഗ്രഹിക്കുകയില്ല, ഇഷ്ടപ്പെടുകയില്ല. അഥവാ അവൾക്ക് അത് ചേരുകയില്ല. ഇത് വിശുദ്ധിയുള്ള സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു മൂല്യമാണ്. അതേസമയത്ത് സദാചാര വിശുദ്ധി ഇല്ലാത്തിടത്ത് അതൊരു കാര്യമേ അല്ല. അതാണ് ഇസ്ലാമിക സമൂഹത്തെയും അല്ലാത്തവരെയും വേർതിരിക്കുന്ന ഒരു വിഷയം. അഥവാ അവർ സദാചാര വിശുദ്ധി ഉള്ളവരാണ്, അതിലെ ആണും പെണ്ണും. ഈ സൂറത്തിലെ തന്നെ 26-ാമത്തെ ആയത്തിൽ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിടത്തും അല്ലാഹു തആല ഇത് പറയുന്നുണ്ട്. അൽ ഖബീസാത്തു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്ത് വത്തയ്യിബാത്തു ലിത്തയ്യിബീന വത്തയ്യിബൂന ലിത്തയ്യിബാത്ത്. 26-ാമത്തെ ആയത്തിൽ അൽ ഖബീസാത്തു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്തി വത്തയ്യിബാത്തു ലിത്തയ്യിബീന വത്തയ്യിബൂന ലിത്തയ്യിബാത്ത്. നല്ല ആണുങ്ങൾ, നല്ല പെണ്ണുങ്ങൾ നല്ല ആണുങ്ങൾക്കും, നല്ല ആണുങ്ങൾ നല്ല പെണ്ണുങ്ങൾക്കുമുള്ളതാണ്. അതുപോലെ ചീത്ത പെണ്ണുങ്ങൾ ചീത്ത ആണുങ്ങൾക്കും, ചീത്ത ആണുങ്ങൾ ചീത്ത പെണ്ണുങ്ങൾക്കുമുള്ളതാണ് എന്നാണ് പറഞ്ഞത്. വിശദീകരണം ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ എത്തുമ്പോൾ പറയാം. അപ്പം അങ്ങനെ ഒരു കുഫു ഒപ്പിക്കൽ അഥവാ ചേരുംപടിയല്ല വ്യഭിചാരികളായ ആളുകൾ എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വ്യഭിചരിച്ച ആൾക്ക് പിന്നെ വ്യഭിചരിച്ച ആളെ തന്നെ കിട്ടണം കല്യാണം കഴിക്കാൻ എന്നാണോ? അല്ല. അയാൾ പശ്ചാത്തപിക്കുകയും ജീവിതം നന്നാക്കുകയും ഒക്കെ ചെയ്താൽ, അഥവാ ഈ വ്യഭിചരിക്കുന്നത് വിവാഹപൂർവ്വ ലൈംഗികതയെക്കുറിച്ചാണ് ഈ പറയുന്നത്. വിവാഹം കഴിക്കാത്ത ആളുകൾ അവർ വ്യഭിചരിച്ചാലാണ്. മറ്റേ ആളുകൾ ഇസ്ലാമിക നിയമം അനുസരിച്ച് വ്യഭിചരിച്ചാൽ അധികമൊന്നും പിന്നെ വിവാഹം കഴിക്കാൻ ബാക്കിയുണ്ടാവില്ല, അയാളെ വധശിക്ഷക്കാണല്ലോ വിധേയമാക്കുക. എന്നാൽ അവിവാഹിതരായ ആളുകൾ വിവാഹത്തിൻ്റെ മുമ്പ്
വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന ആണും പെണ്ണും അവർ ജീവിതം ശുദ്ധീകരിച്ച് നന്നായാൽ ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. അതേ സമയത്ത് ആ നിലപാട് തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ വിശുദ്ധിയുള്ള ആണിനും പെണ്ണിനും യോജിക്കുകയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആ വ്യഭിചാരി കഴിഞ്ഞാൽ പിന്നെ അത്തരം ആളുകൾക്ക് യോജിക്കുക മുശ്രിക്കാണ്. ആണിന് മുശ്രിക്കായ പെണ്ണും പെണ്ണിന് മുശ്രിക്കായ ആണും. അതെന്താണ് ഇത് തമ്മിൽ ചേർത്ത് പറയാനുള്ളൊരു കാരണം? അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയരായി ജീവിക്കുന്നവരാണല്ലോ മുഅ്മിന്. ആ മുഅ്മിന് ദേഹേച്ഛയ്ക്ക് വഴിപ്പെട്ട് വ്യഭിചാരത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഇത്തഹദ ഇലാഹു ഹവാഹു, ദേഹേച്ഛയെ ഇലാഹാക്കുക എന്നത് സംഭവിക്കുന്നത് കൊണ്ടാണല്ലോ വ്യഭിചാരം നിർത്താത്തത്, തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. സ്വാഭാവികമായും യാതൊരുവിധ മടിയുമില്ലാതെ അത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരർത്ഥത്തിൽ മുശ്രിക്കാണ് അയാൾ. കാരണം ദേഹേച്ഛ ഇലാഹാക്കിയതാണ്. നമ്മുടെ നാട്ടിൽ ഈ ലിബറലിസ്റ്റുകൾ മൈ ബോഡി ഈസ് മൈ ഫ്രീഡം, എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇത് ശിർക്കുമാണ്, കുഫ്റുമാണ്. കാരണം എന്താ? ഇത്തഹദ ഇലാഹു ഹവാഹു, ദേഹേച്ഛയെ ഇലാഹാക്കിയിരിക്കുകയാണ് ആള്. പ്രത്യക്ഷത്തിൽ ദേഹേച്ഛയാണ് എൻ്റെ ദൈവമെന്ന് പറയില്ല മുസ്ലിം സമുദായത്തിൽ ഇത്തരം നിലപാടുള്ള ആളുകൾ. അതുകൊണ്ടാണ് അല്ലാഹു തആല അത് കഴിഞ്ഞാൽ പിന്നെ ചേരുക മുശ്രിക്കും മുശ്രിക്കത്തുമാണ്. വ്യഭിചരിക്കുന്ന പെണ്ണിന് മുശ്രിക്കായ ആണും വ്യഭിചരിക്കുന്ന ആണിന് മുശ്രിക്കത്തായ പെണ്ണുമാണ് പിന്നെ യോജിക്കുക. കാരണം അവർ ദേഹേച്ഛയെ ഇലാഹാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ മുശ്രിക്കത്തായ പെണ്ണിനെ മോമിനായ ആണിന് കല്യാണം കഴിക്കാമെന്നാണോ? ഇല്ല. അത് നേരത്തെ തന്നെ ഇതിൻ്റെ മുമ്പിറങ്ങിയ സൂറത്തുൽ ബഖറയിൽ വലാ തൻകിഹുൽ മുശ്രിക്കാത്തി ഹത്താ യുഅ്മിന്ന, വ്യഭിചാരമൊന്നും ഇല്ലെങ്കിലും മുശ്രിക്കായ പെണ്ണുങ്ങളെ അവർ മോമിനാകുന്നത് വരെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് പറഞ്ഞു. അതുപോലെ അവിടെ തന്നെ പറയുന്നുണ്ട് വലാ തൻകിഹുൽ മുശ്രിക്കീന ഹത്താ യുഅ്മിനു, പെണ്ണുങ്ങൾ വലാ തുൻകിഹുൽ മുശ്രിക്കീന ഹത്താ യുഅ്മിനു, പെണ്ണുങ്ങളെ മുശ്രിക്കുകൾക്ക് കെട്ടിച്ചു കൊടുക്കരുത് അവർ മോമിനാകുന്നത് വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഹുർരിമ ദാലിക അലൽ മുഅ്മിനീൻ, മോമിനീങ്ങൾക്ക് അവർ വിലക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ വ്യഭിചരിച്ച പെണ്ണിനെ ഒരാൾ കല്യാണം കഴിച്ചാൽ ആ വിവാഹം സ്ഥിരപ്പെടില്ല എന്നാണോ? അങ്ങനെ ഇല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖുലഫാഉർ റാഷിദുകളുടെയും നടപടിക്രമത്തിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത്. അഥവാ മോമിനായ ഒരുത്തൻ പോയിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന, തൗബ ചെയ്തിട്ടില്ലാത്ത, ഇപ്പോഴും അത് തുടരുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ആ വിവാഹം സാധുവാണ്. കാരണം പ്രത്യക്ഷത്തിൽ മുസ്ലിമാണ്, പക്ഷേ ചേരൂല, മോമിനിന് ചേർന്ന പണിയല്ല അവൻ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. തിരിച്ചും മുസ്ലിമായ ഒരു വ്യഭിചാരി പയ്യനെ മുസ്ലിമത്തായ മോമിനത്തായ അങ്ങനെ അല്ലാത്ത ഒരു പെണ്ണ് കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ വിവാഹം സ്ഥിരപ്പെടുമോ? സ്ഥിരപ്പെടും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ തന്നെ പറഞ്ഞത് പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്നത് ലാ യഹ്റുമുൽ ഹറാമു അൽ ഹലാല, ഹറാമ് ഹലാലിനെ ഹറാമാക്കുകയില്ല. അതുകൊണ്ട് തന്നെ വ്യഭിചരിച്ച ആൾ ശരിയായിട്ട് വ്യഭിചരിക്കാത്ത പെണ്ണിനെയോ തിരിച്ചോ നിക്കാഹ് ചെയ്താൽ
ആ നിക്കാഹ് ഹലാല് തന്നെയാണ്, ആ ബന്ധം തുടർന്നുള്ളത് ഹലാലാണ്, ബാക്കിയുള്ളത് അവർ തൗബ ചെയ്താലേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ എന്നർത്ഥം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഖുലഫാഉർ റാഷിദുകളൊക്കെ ഈ വ്യഭിചരിച്ച അവിവാഹിതരായ ആളുകളെ 100 അടി അടിച്ച ശേഷം ചിലപ്പം അവരെ നാട് കടത്തുകയും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴും അവരെ തമ്മിൽ വിവാഹം കഴിപ്പിക്കാറുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ നടപടിക്രമത്തിൽ അത് കാണാം. അപ്പോൾ അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ യോഗ്യരല്ല എന്ന് പറഞ്ഞ് വിലക്കിയിട്ടില്ല. അതേസമയത്ത് മുശ്രിക്കിനെ കല്യാണം കഴിക്കുക എന്നത് അത് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടില്ല. കാരണം അത് അതിൻ്റെ മുമ്പുള്ള ആയത്ത് കൊണ്ട് തന്നെ, സൂറത്തുൽ ബഖറയിലെ ആയത്ത് കൊണ്ട് തന്നെ വിരോധിക്കപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ എന്തിനാണ് ഇവിടെ അത് പറയുന്നത് എന്ന് നമ്മൾ വിശദീകരിച്ചു. അവൻ്റെ ഈ നിലപാടിന് ഇനി ചേരുക മുശ്രിക്കാണ്, അത്രയും വൃത്തികേടാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. വഹരിമ ദാലിക അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അത് വിലക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുശ്രിക്കിനെ കല്യാണം കഴിക്കൽ വിലക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട്. പിന്നെ വിശദമായിട്ട് സൂറത്തുൽ ബഖറയിലെ ആയത്തിലും വന്നിട്ടുണ്ട്. മറ്റേത് ചില പണ്ഡിതന്മാർ വഹരിമ ദാലിക അലൽ മുഅ്മിനീൻ എന്നത് വ്യഭിചാരികളുടെ കാര്യത്തിൽ മൻസൂഖാണ്. കാരണം വൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വ ഇമായിക്കും എന്നീ സൂറത്തിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതിൽ അടിമകളുടെയൊക്കെ കാര്യത്തിൽ വ്യഭിചാരമൊക്കെ സാധാരണമായിരുന്നൊരു കാലത്താണ് പറയുന്നത്. എന്നാലും അവരെ വിവാഹം കഴിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മൻസൂഖാണ്. വ്യഭിചാരികൾ തമ്മിലല്ലാതെ ചേരുകയില്ല എന്ന് പറഞ്ഞത് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുമുണ്ട്. അങ്ങനെയാണെങ്കിൽ വഹരിമ ദാലിക അലൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ മുശ്രിക്കിനെ കല്യാണം കഴിക്കൽ മുഅ്മിനീങ്ങൾക്ക് വിലക്കപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ ഈ വ്യഭിചാരികളെയും വ്യഭിചാരിണികളെയൊക്കെ പിടിച്ച് അവരെ കൊണ്ടായിരുന്നു കല്യാണം കഴിപ്പിക്കുക എന്നാവാം ധ്വനി. അല്ലാഹു അലം. ഏതായാലും വ്യഭിചാരത്തിൻ്റെ മോശത്തരം, അതിൻ്റെ മഹാവൃത്തികെട്ട ഏർപ്പാടാണിത് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്. വ്യഭിചാരത്തിന് ശിക്ഷ മാത്രമല്ല, അത് ശിർക്കിനോളം എത്തുന്ന ദൂഷ്യവും കൂടിയാണ്, വൃത്തികേടാണ്. ഇന്നമൽ മുശ്രിക്കൂന നജസ്സു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്തു തൗബയിൽ. അകറ്റപ്പെടേണ്ടതാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണത് എന്നതുപോലെ അതിലേക്ക് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. കാരണം രണ്ടിടത്തും വാഴുന്നത് ദേഹേച്ഛ വാഴുന്നുണ്ട്. ഇവിടെ മുശ്രിക്കിൻ്റെ ശിർക്കിനെ പോലെ തന്നെ വ്യഭിചാരിയുടെ മനസ്സിൽ ദേഹേച്ഛ ഇലാഹാകുന്നുണ്ട്. അതുകൊണ്ട് ശിർക്കുമായിട്ട് വലിയ അടുത്ത ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു വൃത്തികേടുകളിൽ നിന്ന് പരിശുദ്ധരായിരിക്കുവാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറാ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.